സ്ക്രീന് വിസിബിൾ ആണല്ലോ. ഹലോ. Okay. So, let's start the class. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈ 1 minus 2 into 3 minus 4 the whole power minus 1 the whole raised to minus 1 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോ ഇവിടെ നമ്മള് ബോഡ്മാസ് തിയറം നമ്മള് മനസ്സിലാക്കി വെക്കണം. ബി ബോഡ്മാസ്. ഓക്കെ. അപ്പോ ബോഡ്മാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, അതായത് വേറൊരു ബ്രാക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അത്, പിന്നീട് ഡിവിഷൻ, പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇത് ചെയ്തു പോവേണ്ടത്. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 minus 2 into 3 minus 4 the whole power minus 1 the whole raised to minus 1. ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ബ്രാക്കറ്റ് തീർക്കണം. ഒരു ബ്രാക്കറ്റിന്റെ അത് വേറൊരു ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് നമ്മൾ തീർക്കണം. ഓക്കെ. അപ്പൊ 3 minus minus 4 എന്ന് പറയുന്നത് എത്രയാണ്? -1 അല്ലേ? അപ്പോ -1 the whole raised to -1 ആയി. അതുപോലെ തന്നെ ഇത് അതേപോലെ തന്നെ വെച്ചിരിക്കുക ആദ്യം the whole raised to -1. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ raised to -1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 എന്ന് എഴുതാലോ. 1 ആ നമ്പർ ഇവിടെ ബേസിൽ ഏത് നമ്പർ ആണോ അത് എഴുതാം. അതായത് സപ്പോസ് ഇപ്പൊ നമുക്ക് 2 raised to -1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? -1 raised to -1 എന്നാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 1/-1 എന്ന് എഴുതാം. ഈ മൈനസ് ഡിനോമിനേറ്ററിൽ ഒരിക്കലും കിടക്കത്തില്ല, എപ്പോഴും ന്യൂമറേറ്ററിലേക്ക് കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് -1/1 എന്നാവും. ഓക്കെ. -1/1 എന്നാവും. അപ്പോ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus 2, ഈ മൈനസ് മുകളിൽ വന്നല്ലോ, ഈ -1/1 the whole raised to -1 ആയി. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ. അപ്പൊ 1, ഈ മൈനസ് അകത്ത് പോകുമ്പോ എന്താവും? പ്ലസ് ആവും. +2/1 ആവും. ഓക്കെ. അടുത്ത നമുക്ക് എന്തായി? അപ്പൊ ഇതെങ്ങനെയായി? 3/1. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണല്ലോ. 3 raised to -1 എന്നായി. 3 raised to -1 എന്നായി. അപ്പൊ 3 raised to -1 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതി കൂടെ? ആൻസർ 1/3 ആണ്. മനസ്സിലായോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായോ? ഓർക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് വേറെ ബ്രാക്കറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുക. അതിനുശേഷം വേണം ഓരോന്നായിട്ട് നമ്മൾ തുറന്നു പോകാൻ. അപ്പോ 3 minus 4 എന്ന് പറഞ്ഞാൽ -1 the whole raised to -1. ബേസ് നമ്പറിന്റെ raised to -1 എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആ നമ്പർ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ -1 ആയതുകൊണ്ട് തന്നെ 1/-1 ആയി. അപ്പോ മൈനസ് ഒരിക്കലും ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ നമ്മൾ അത് കൊണ്ടുവന്നത്. -1/1 എന്നായി. അടുത്ത നമ്മൾ എന്താ ചെയ്തത്? ഈ 2 into ഈ -1/1 എന്നായി. അപ്പൊ ആ മൈനസും ഈ ബ്രാക്കറ്റിന്റെ അകത്ത് അറിയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അതാണ് ഇവിടെ 1 + 2/1 എന്നായത്. 1 + 2/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/1 ആണ്. അപ്പൊ 3/1 the whole raised to -1. /1 ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആ ഡിനോമിനേറ്ററിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോ 3 raised to -1 എന്ന് പറഞ്ഞാൽ 1/3. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ 1 + 1/2 + 1/3 + 1/3. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് ഞാൻ വേറൊരു ചാപ്റ്റർ പഠിപ്പിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു?
നമ്പർ സിസ്റ്റത്തിലാണെന്ന് തോന്നുന്നു. നമ്പർ സിസ്റ്റത്തിലാണ് നമ്പർ സിസ്റ്റത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ആ എങ്ങനെയാ ചെയ്യേണ്ടത്? ഓക്കെ, താഴേന്ന് മുകളിലോട്ട് പോവുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താ എഴുതിക്കുന്നത്? 3+1/3. ഈ 3+1/3 നമ്മള് എന്താ പറയാ, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാവും? 10/3 പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് വന്നു. അപ്പൊ 10/3 വരും. ഈ 10/3 2+1/10/3 ആവും. അപ്പൊ ഈ 3 മുകളിലും വരും, 10 താഴെയും വരും. അങ്ങനെ 2+3/10 ആവും. അടുത്ത വീണ്ടും ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 20+3 23. ഓക്കെ, 23/10 വരും. അടുത്ത് ഇത് നമ്മൾ മുകളിലോട്ട് പോകും. അപ്പൊ ഇത് എങ്ങനെ വരും? 1+10/23 ആവും. ഈ 1+10/23 എത്രയാണ്? 23+10 33. 33/23. ആൻസർ 33/23. ഓക്കെ, താഴേന്ന് മുകളിലോട്ട് ചെയ്ത് പോവുക. 33/23 ഓപ്ഷൻ സി. ഡൗട്ട് ഇല്ലല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സെയിം ഇതേ രീതി തന്നെ. ഫൈൻഡ് എക്സ് ഇഫ് 6 - 5 ഇൻറ്റു എക്സ് മൈനസ് അടുത്ത ബ്രാക്കറ്റിന്റെ അകത്ത് 2 - 3/2. അപ്പൊ ഇതും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ. ഇന്നർ മോസ്റ്റ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പൊ 2 × 2 4. 4 - 3 എന്ന് പറഞ്ഞാല് 1/2. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 1/2 5 minus always 6 minus. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 3 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അടുത്ത ഈ ബ്രാക്കറ്റ്. അപ്പൊ എന്താവും? 2x minus 1/2 5 minus 6 minus. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 3 ആണ്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഈ മൈനസ് അകത്ത് പോകും. അപ്പോ എന്താവും? ഈ 5 × 2 എന്താവും? 5 × 2 നമുക്ക് 10 ആവും. ഓക്കെ, കാരണം വെച്ചാൽ ഇത് ബ്രാക്കറ്റിന്റെ അകത്താണ്. അപ്പൊ ഈ നമ്പർ എല്ലാത്തിനും ബാധകമാണ്. ഓക്കെ, ഒറ്റ നമ്പറേ ഉള്ളൂ. 2 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് നമ്പറാണോ ആ ഒരു സൈനിന്റെ അടുത്ത് വരുന്നത് അതാണ് നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് കൊണ്ടുവേണ്ട. അപ്പൊ 5 × 2 10. ഈ മൈനസ് അകത്ത് പോകുമ്പോ എന്താവും? -10x. ഈ മൈനസും പ്ലസ് ആവും. പ്ലസ് 5 + 1 എന്താവും? ഓക്കെ. അപ്പോ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോ 5 × 2 എത്രയാ? 10. 10 മൈനസ് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബാധകമാണ്. ഓക്കെ, അപ്പോ -2x മൈനസിന്റെ മൈനസ് +1. ഓക്കെ, ബൈ 2. അപ്പൊ ഇതെന്താവും? 10 + 1 11 ആവും. 11 - 2x/2. ഓക്കെ, മനസ്സിലായോ? ഇതുവരെ സംശയമുണ്ടോ? സംശയമുണ്ടോ ഇതില്? ഓക്കെ, അപ്പൊ 6 മൈനസ് = 3. അടുത്തത് എങ്ങനെ ചെയ്യാം? അടുത്ത സെയിം മെത്തേഡ് തന്നെ ഇത് ചെയ്യാം. 6 × 2 12. 12 മൈനസ് ഇതിന് ഭാഗമാണ് ഈ മൈനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഭാഗമാണ് +2x/2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഈ 2 = അപ്പുറത്ത് പോയി 6 ആയി. ഓക്കെ, അപ്പൊ എന്താവും? 12 മൈനസ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? അപ്പോ ഇപ്പുറത്ത് ഈ 3 × 2 ആവും. അത് 6. ഈ ഒരു 1 അപ്പുറത്ത് പോകുമ്പോ മൈനസ് ആവും. അപ്പൊ എത്രയാവും? 5 ആവും. 2x = 5 ആവും. അടുത്ത x എന്ന് പറയുന്നത് അപ്പൊ എന്താവും? 5/2 ആവും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത് തൊട്ടുള്ളേ, ഇതിനു ശേഷമുള്ളേ.
ഓക്കെ, അപ്പോ 12 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1 അല്ലേ? ഓക്കെ, 1 പ്ലസ് 2x ഈക്വൽ ടു 6 ആവും. ഈ 2 ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഒരു 3 ഉണ്ട് കേട്ടോ. അപ്പോ 3 into 2 6 ആവും. ഈ 1 ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് വരുമ്പോ മൈനസ് ആവും, പ്ലസ് അല്ലേ കാരണം ഇവിടെ. അപ്പോ 6 മൈനസ് 1 5 ആയി. അപ്പൊ 2x ഈക്വൽ ടു 5 ആയി. അപ്പോ എക്സ് എന്ന് പറയുന്നത് എത്രയാ? ഈ മൾട്ടിപ്ലിക്കേഷൻ താഴെ വരുമ്പോ ഡിവിഷൻ ആവും, 5/2. മനസ്സിലായോ? ഓക്കെ, 5/2 അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ, താഴെ നിന്ന് മുകളിലോട്ട് പോവാം. അപ്പൊ 1 പ്ലസ് 1/2 എത്ര കിട്ടും? 1 പ്ലസ് 1/2 നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ നമുക്ക് 3/2 കിട്ടും. അപ്പൊ 3/2 റെസിപ്രോക്കൽ ആവും. 3/2 തിരിയുമ്പോഴത്തേക്കും എന്താ? 2/3 ആവും. 1 പ്ലസ് 2/3 ആവും. ഓക്കെ, 1 പ്ലസ് 2/3 ആവും. അടുത്ത് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 പ്ലസ് 2/3നെ 5/3 ആവും. ഓക്കെ, ഈ 5/3 വീണ്ടും റെസിപ്രോക്കൽ പോകുമ്പോ എത്രയാവും? 2 പ്ലസ് 3/5 ആവും. അപ്പൊ 2 പ്ലസ് 3/5 എന്ന് പറയുന്നത് എത്രയാണ്? 13/5. ഓക്കെ, ആൻസർ 13/5 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What least fraction should be added to 1/2 into 3 plus 1/3 into 4 plus 1/4 into 5 plus 5 into 6 7 into 6 അങ്ങനെ 21 into 22. അപ്പൊ ഈ ഒരു ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/2/3 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 മൈനസ് 1/3 എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് നമ്മൾ ചെയ്തു നോക്കിക്കേ, 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്ര? ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? 3 മൈനസ് 2/3 into 2. ഓക്കെ, അതല്ലെങ്കിൽ 2 into 3 എന്ന് എഴുതാം. ഈ 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 into 3 ആയില്ലേ? ഈ സെയിം ഫോമിൽ തന്നെ വീണ്ടും ആയില്ലേ? ഇത് ഈ ഒരെണ്ണം ഇതേപോലെ എഴുതിയത്. ഈ 1/2 into 3 എന്നുള്ളത് 1/2 മൈനസ് 1/3 എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് വീണ്ടും സിംപ്ലിഫൈ ആവുമ്പോ തിരിച്ച് നമ്മൾ 1/2 into 3 അല്ലേ വരുന്നത്. മനസ്സിലായോ? അത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് 1/2 മൈനസ് 1/3 എന്ന് എഴുതാം. കാരണം അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാൻ പോണ ആൻസർ എന്ന് പറഞ്ഞാല് 1/2 into 3 തന്നെ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 മൈനസ് 1/3 പ്ലസ് അടുത്ത ഇതേപോലെ 1/3 മൈനസ് 1/4. അങ്ങനെ നമ്മൾ ഇതെല്ലാം എഴുതും. അങ്ങനെ അവസാനം വന്ന് 1/21 മൈനസ് 1/22. ഓക്കെ, 1/22 ആയി. ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്ത നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏത് നമ്പർ ലീസ്റ്റ് നമ്പർ ഷുഡ് ബി ആഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഫ്രാക്ഷനിലുള്ള നമ്പർ ഇതിന്റെ കൂടെ ആഡ് ചെയ്താലാണ് ഫൈനൽ റിസൾട്ട് യൂണിറ്റി ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും യൂണിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡേ ഉള്ളൂ. ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് കുറയ്ക്കുക. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/22. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1/2 മൈനസ് 1/22. ഇതേപോലത്തെ ഒരു രീതിയിലെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എത്ര? 20/44 ആണ്. 22 പ്ലസ് 24/44. അപ്പൊ
ഫ്രാക്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും 10/22 വരും. 10/22 നമ്മൾ വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 5/11 വരും. ഓക്കെ, അപ്പൊ 5/11 കിട്ടി. അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം നമുക്ക് വേണ്ട ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 5/11 കിട്ടിയില്ലേ? ഈ 1ൽ നിന്ന് നമ്മൾ ഈ 5/11 ചെയ്ത് കഴിഞ്ഞാല് ഒരു നമ്പർ കിട്ടുമല്ലോ. ആ നമ്പർ ഇതിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ എടുത്ത് ലാസ്റ്റും എടുത്ത് അതിനെ നമ്മൾ കുറച്ചപ്പോ നമുക്ക് ഒരു നമ്പർ കിട്ടി. ആ നമ്പർ 1ൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന നമ്പർ ഇതിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് ഈ 1 റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താവും? 6/11 ആവും. ഓക്കെ, 11 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 6/11. ഈ 6/11 ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 5/11 ആണ്. നമുക്ക് വേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്, 1 ആണ്. ഓക്കെ, അപ്പൊ ഈ 1ൽ നിന്ന് ഈ ഒരു ഫ്രാക്ഷൻ, അതായത് ഇത്രയും ഭാഗത്തിന്റെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു നമ്പർ കിട്ടി. അത് ഇതിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഈ 1 കിട്ടത്തില്ല നമുക്ക്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 6/11 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? a/b എന്ന് പറഞ്ഞാൽ 2/3 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ b/c എന്ന് പറഞ്ഞാൽ 9/16 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ c² - a², ഇതിന്റെ അകത്ത് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അത് ഞാൻ സ്റ്റഡി മെറ്റീരിയലിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അപ്പൊ ആ മെറ്റീരിയലിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യന്റെ എല്ലാ ഫോർമുലാസും അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കുക. അത് ഉറപ്പായിട്ടും അത് ചോദിച്ചിരിക്കും. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലൊക്കെ ഫോം വരും. ആ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ആ ഫോമിലാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ട, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ 6th ക്വസ്റ്റ്യനിൽ a/b വന്നിട്ട് 2/3 എന്നും തന്നിട്ടുണ്ട്. b/c എന്ന് പറഞ്ഞാൽ 9/16 എന്നും തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ഫോർമുല എഴുതണം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എയും സിന്റെയും ടേംസിലാണ് വേണ്ടത്. കാരണം നമുക്ക് c² - a² ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ c² + a² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ a/b-യുടെ ടേമിലാണ്, അതുപോലെ ഇവിടെ b/c-യുടെ ടേമിലാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും? a/b, കാരണം എന്ന് വെച്ചാൽ a/b ഇവിടെ b/c ആണ്. ഡിനോമിനേറ്ററും ഇതിന്റെ ന്യൂമറേറ്ററും സെയിം ആണ്. ഇവിടത്തെ ഡിനോമിനേറ്ററും ഇവിടത്തെ ന്യൂമറേറ്ററും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ a/b ഇൻറ്റു b/c എന്ന് നമുക്ക് എഴുതാം. അപ്പൊ a/b ഇൻറ്റു b/c എത്രയാണ്? a/c ആയില്ലേ? ഓക്കെ, അപ്പൊ a/c എന്ന് പറയുന്നത് എന്താണ്? ഈ a/b എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് 2/3 എന്നുള്ളത്. അതുപോലെ തന്നെ 9/16 ആണ് b/c എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടുന്നത് നമുക്ക് a/c-യുടെ ആൻസർ അല്ലേ? കാരണം a/b ഇൻറ്റു b/c ചെയ്യുമ്പോൾ നമുക്ക് a/c കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ a/b ഇൻറ്റു ബിന്റെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് a/c കിട്ടൂലേ? 6/16. ഓക്കെ, അപ്പൊ ഇതെന്താവും? 3/8 ആവും. അപ്പൊ 3/8 എന്ന് പറയുന്നത് a/c ആയില്ലേ? മനസ്സിലായോ ഇത് എങ്ങനെയാന്ന്? ഹലോ, ഹലോ, ആ, അപ്പം a/b എന്ന് പറഞ്ഞാൽ 2/3 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ b/c എന്ന് പറഞ്ഞാൽ 9/16 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സിന്റെയും എന്റെയും ടേംസിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ബിന്റെ ടേംസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്റെയും സിന്റെ ടേംസിൽ തന്നെ വേണം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ a/b ഇവിടത്തെ ഡിനോമിനേറ്ററും ഇവിടത്തെ ന്യൂമറേറ്ററും സെയിം അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് a/b ഇൻറ്റു b/c എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയത്. അപ്പൊ a/b ഇൻറ്റു b/c എന്താണ്? a/c ആയി. കാരണം ഈ ബിയും മുകളിലത്തെ ബിയും കൂടെ ക്യാൻസൽ ആയിപ്പോയി, അവസാനം a/c വന്നു. ഓക്കെ, അപ്പൊ a/b ഇൻറ്റു b/c എന്ന് പറഞ്ഞാൽ a/c ആണെന്ന് നമുക്കറിയാം. അപ്പൊ a/bന്റെ വാല്യൂ എത്രയാണ്? 2/3. അടുത്ത് b/cന്റെ വാല്യൂ എത്രയാണ്? 9/16. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസറും a/c-ന് ഈക്വൽ ആവണ്ടേ? അതാണ് 3/8 വന്നത്.
ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത് ഇവിടെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു ഫോർമുല ഉണ്ട്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാല് 1/a സ്ക്വയർ ബൈ സി സ്ക്വയർ എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ, ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്ത് താഴെ ഇതേപോലെ നമുക്ക് എഴുതാം 1 പ്ലസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എന്താവും? സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഈ സി സ്ക്വയറും മുകളിലത്തെ സി സ്ക്വയറും കൂടെ ക്യാൻസൽ ആവും. അവസാനം ബാക്കി വന്നത് തിരിച്ച് വീണ്ടും ഇതേ സെയിം ഫോമിൽ തന്നെ വന്നത് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ തന്നെ വന്നത്. ഈ 1 മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ ചെയ്താൽ ആണോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ നമുക്ക് 1 മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താവും? എ സ്ക്വയർ ബൈ സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോമിലോട്ട് ആക്കിയത്. അപ്പൊ 1 മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9. 9 ബൈ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 64 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9. ബി സ്ക്വയർ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 64. 1 മൈനസ് 9 ബൈ 64 ബൈ 1 പ്ലസ് 9 ബൈ 64. ഇതെന്ന് പറഞ്ഞാൽ എത്രയാവും? 64 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55. 55 ബൈ 64 ഡിവൈഡഡ് ബൈ അടുത്ത് 64 പ്ലസ് 9 എത്രയാണ്? 73. 73 ബൈ 64. ഈ 64 ഈ 64 ക്യാൻസൽ ആയിരിക്കും. ബാക്കി നമുക്ക് എത്രയാ വന്ന? 55 ബൈ 73. ഓക്കെ, ഹലോ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്തു വെച്ച് നോക്കണം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ റെഫർ ചെയ്താൽ മതി. അപ്പൊ അത് വീണ്ടും 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 ചെയ്ത് പഠിക്കുമ്പോഴേ ഇതേ ഫോമിലേക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോമിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്, അതാണ് ഇപ്പം. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി, എല്ലാം സോൾവ് ചെയ്യാനൊക്കെ പറ്റും സുഖമായിട്ട്. നിങ്ങൾ ആ പഠിച്ച ആ ഒരു രീതിയിലൊന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അപ്പോ എന്റെ ആൻസർ 55 ബൈ 73. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെവൻത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 256 the whole square minus 144 the whole square by 256 minus 144. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ എത്ര? എ പ്ലസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് 256, ബി എന്ന് പറഞ്ഞാൽ 144. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 256 മൈനസ് 144 ഡിവൈഡഡ് ബൈ 256 മൈനസ് 144. ഈ 256 മൈനസ് 144 ഈ 256 മൈനസ് 144 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി നമുക്ക് എത്ര വരും? 256 പ്ലസ് 144 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 6, 10, 4, 0, 9, 400. ഓക്കെ, ആൻസർ 400. ഇതൊക്കെ സിമ്പിൾ മറ്റേ ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ഫോർമുലാസ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പാടായിട്ട് തോന്നും. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ 25.25 the whole square minus 14.75 the whole square by x equal to 20. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? നമുക്കിതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോർമുല ചെയ്യാം. അപ്പൊ 25.25 എ പ്ലസ് ബി 14.75 എ പ്ലസ് ബി ആയി. അടുത്ത എ മൈനസ് ബി എന്ന് പറഞ്ഞാല് 25.25 മൈനസ് 114.75 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത്
ഈക്വൽ ടു 20 ആണ്. അപ്പോ എ പ്ലസ് ബി ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 25.25 പ്ലസ് 14.75. ഇത് രണ്ടും കൂടെ സം ചെയ്തിട്ട് പറഞ്ഞ എത്രയാണെന്നുള്ളത്? 14. ഓക്കെ, 14 ഇൻറ്റു 25.25 മൈനസ് 14.75 10.5 ഡിവൈഡഡ് ബൈ ഈ 20 താഴെ കൊണ്ടുവന്നിട്ട് എക്സ് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. ഓക്കെ, എക്സ് നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി, കാരണം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 20 നമ്മൾ താഴെ കൊണ്ടുവന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40 ഇൻറ്റു 10 ഈ ഇതും ക്യാൻസൽ ആയി പോയി 2. 10.5 ഇൻറ്റു 2 എത്രയാണ്? 21. ഓക്കെ, 21 ആണ് ആൻസർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. 0.7 the whole raised to 4 minus 0.6 the whole raised to 4 divided by 0.7 the whole square plus 0.6 the whole square. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 4 നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതാം? കാരണം വെച്ചാൽ 0.7 സ്ക്വയറിന്റെ സ്ക്വയർ അല്ലേ ഈ 0.7 the whole raised to 4. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ നിങ്ങൾ ഓർക്കേണ്ട ഇത്ര മാത്രം മതി. ഓക്കെ, എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പൊ എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാല് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കാരണം നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതാം? 0.7 സ്ക്വയർ പ്ലസ് 0.6 സ്ക്വയർ ഇൻറ്റു 0.7 സ്ക്വയർ മൈനസ് 0.6 സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.7 സ്ക്വയർ പ്ലസ് 0.6 സ്ക്വയർ. അപ്പോ ഈ സാധനം ഇതും കൂടെ ക്യാൻസൽ ആയി പോവല്ല, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോവല്ല. അടുത്ത് 0.7 മൈനസ് 0.7 ഹോൾ സ്ക്വയർ മൈനസ് 0.6 ഹോൾ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമിലല്ലേ ഇത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.7 പ്ലസ് 0.6 ഇൻറ്റു 0.7 മൈനസ് 0.6. ഓക്കെ, ആരും മൈക്ക് ഓൺ ആണല്ലോ. മൈക്ക് മ്യൂട്ട് ചെയ്യണം എല്ലാരും. ഓക്കെ, അപ്പോ 0.7 പ്ലസ് 0.6 ഇൻറ്റു 0.7 മൈനസ് 0.6 എന്ന് വന്നു. അപ്പോ 0.7 പ്ലസ് 0.6 എത്രയാണ്? 0.7 പ്ലസ് 0.6 എത്രയാണ്? 1.3 ഇൻറ്റു 0.7 മൈനസ് 0.6 എത്രയാണ്? 0.1. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാവും? 13 ഇവിടെ ഒരു പൊസിഷൻ മാറിയാണ് കുത്തിട്ടിരിക്കുന്നത്, ഇവിടെ ഒരു പൊസിഷൻ മാറിയാണ്. അപ്പൊ രണ്ട് കുത്ത് മാറിയാണ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, 1 2 അപ്പൊ 0.13 ആൻസർ വന്നു. ഓക്കെ, ഓപ്ഷൻ എ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0.049 into 0.049 into 0.049 പ്ലസ് 0.51 into 0.051 into 0.051. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/u. ഇത് നോക്കിക്കേ, a ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോമിലല്ലേ? കാരണം 0.049 ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 0.049 into 0.049 into 0.049. അതുപോലെ ബി എന്ന് പറയുന്നത് 0.051 ആണ്, അത് ഇൻറ്റു 0.051 ഇൻറ്റു 0.051. അപ്പൊ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോമിലായില്ലേ ഇത്? ഹലോ, ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്തിന്റെ ഫോമായി? എ സ്ക്വയർ മൈനസ് 0.049 ഇൻറ്റു 0.051 പ്ലസ് 0.051 the whole square. Okay. .049 the whole square. Okay. അപ്പോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോർമുല എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോർമുല അറിയില്ലേ? A square minus 2ab plus b square. 2ab ഇല്ല, ab മാത്രമേ ഉള്ളൂ. Okay. a plus b into a square minus ab plus b square. അതാണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോർമുല. അപ്പൊ അടുത്ത് ഈ എ ക്യൂബിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടിയല്ലോ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാലോ. അപ്പോ 0.049 പ്ലസ് 0.051 ഇൻറ്റു 0.049 ഹോൾ സ്ക്വയർ മൈനസ് 0.049 ഇൻറ്റു 0.051 പ്ലസ് 0.051 ദി സ്ക്വയർ. അപ്പൊ ഈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് എഴുതി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതി. ഓക്കെ. ഡിവൈഡഡ് ബൈ അടുത്തെന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ സാധനം അല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്? ഇവിടെ നോക്കിയേ, 0.049 ദി സ്ക്വയർ മൈനസ് 0.049 ഇൻറ്റു 0.051 പ്ലസ് 0.051 ദി സ്ക്വയർ. അത് തന്നെ ഇനി ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ 0.049 ദി ഹോൾ സ്ക്വയർ മൈനസ് 0.049 ഇൻറ്റു 0.051 പ്ലസ് 0.051 ദി സ്ക്വയർ തന്നെയല്ലേ? നോക്കിയോ, അത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? അപ്പം ഇത് ഡിനോമിനേറ്ററിൽ വരും കേട്ടോ. ഇത് ഡിനോമിനേറ്ററിൽ വരുമ്പോ ഇതും ഈ ഒരു ഭാഗം അങ്ങ് കട്ടായി പോകുമല്ലോ. ബാക്കി എന്തുണ്ട്? 0.049 പ്ലസ് 0.051. ഇത് രണ്ടും മാത്രമേ ബാക്കിയുള്ളൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.049 പ്ലസ് 0.051. ആഡ് ചെയ്തിട്ട് പറഞ്ഞു എത്ര? 0.1 ആണോ 1 ആണോ നോക്കിട്ട് പറഞ്ഞേ കറക്റ്റാ. 0.1 ആണോ 1 ആണോ? ഓക്കെ, 0.1 ആണ് ആൻസർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആ രീതിയിൽ നമുക്ക് എഴുതിക്കൂടെ എന്നുള്ള. അതുകൊണ്ടാണ് ആ ഫോർമുല പഠിക്കാൻ പറഞ്ഞത്. ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകാണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും.
ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യനും ഇതേ സെയിം രീതി തന്നെ. ഇവിടെ എ സ്ക്വയർ ഇവിടെ വന്നേ ഉള്ളൂ. ഓക്കെ, താഴെ തിരിഞ്ഞു വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താവും? ഇതും ഇതേപോലത്തെ തന്നെ ഇതേപോലത്തെ ഒരു ഇത് താഴെയും കാണുമല്ലോ. കാരണം എന്ന് വെച്ചാല് ഇവിടെ 10th നമ്മൾ നോക്കിയപ്പോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മുകളിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് താഴെയാണ് വന്നത്. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിലായിരുന്നു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ വന്നത്. പക്ഷെ ഇവിടെ ന്യൂമറേറ്ററിലാണ് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ വന്നത്. അപ്പോ ഇവിടത്തെ ഒരു ടേമും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടത്തെ വേറൊരു ടേമും ഉണ്ട്. അസംഷൻ ആണ് കേട്ടോ. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേം വരും, താഴെ ഇതേപോലത്തെ ഒരു ടേം വരും. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് ഇവിടെ പോലെ വന്ന പോലെ ഇവിടെയും വരും. അതെന്താണ് വന്നത്? അതെന്ന് പറഞ്ഞാൽ 1/, ആയിരിക്കൂലേ? സോറി, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം എന്ന് വെച്ചാല് ഇവിടെ പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഇത് 2.125. അപ്പൊ 10⁻3, അതായത് 10 100,000 ഇൻറ്റു 1000 ചെയ്താൽ ഇതേ മുകളിലത്തെ പോലെ ആവും. അതുപോലെ തന്നെ ഇൻറ്റു 1000 ഇവിടെയും ചെയ്യണം, ഇവിടെയും ഇൻറ്റു 1000 ചെയ്യണം. അപ്പൊ ഇത് 1 2 3 4 5 6 7 8 9 10⁻9 പ്ലസ് അടുത്ത് ഇവിടെയും ഇതേപോലെ ചെയ്യേണ്ടിയുണ്ട്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ സാധാരണ ചെയ്യും പോലെ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ഇതെങ്ങനെ വരും? എ ബി മൈനസ് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. 2125 ഹോൾ സ്ക്വയർ മൈനസ് 2125 ഇൻറ്റു 875 പ്ലസ് 875 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത നമുക്ക് ഇതെങ്ങനെ എഴുതാം? 2.125 the whole cube plus 0.875 the whole cube. ഓക്കെ, ഇങ്ങനെ എഴുതി കൂടെ? ഇതിനെ എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ എഴുതി. അടുത്ത നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റി. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഫോർമുല നമുക്ക് എന്താണെന്ന് അറിയാലോ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? ഡിനോമിനേറ്ററിലല്ലേ നമുക്ക് ആ ഒരു ഫോമിൽ വന്നത്. 2.125 ഹോൾ ക്യൂബ് പ്ലസ് 0.875 ദ ഹോൾ ക്യൂബ്. അതെങ്ങനെ എഴുതാം? 2.125 പ്ലസ് 0.875 എ പ്ലസ് ബി. ഓക്കെ, മനസ്സിലായോ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ 2.125 ദി ഹോൾ സ്ക്വയർ മൈനസ് എ ബി 2.125 ഇൻറ്റു 0.875 plus 0.875 the whole square. 875 the whole square. ഓക്കെ, അപ്പൊ മുകളിലും ഇതേപോലത്തെ ഒരു ടേം ഉണ്ട് ഇവിടത്തെ. പിന്നെ ഒരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടത്തെ ഒരു പോയിന്റ് ഇല്ല. ഓക്കെ, ഇവിടത്തെ ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യും, നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്യണമായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ് മുകളിൽ ഇൻറ്റു 10⁻6 ചെയ്ത് കഴിഞ്ഞാൽ വരും. പക്ഷെ അത് നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. പോയിന്റ് മാറ്റാൻ വേണ്ടി 10⁻6 ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്തോ.
2.125 ഹോൾ സ്ക്വയർ എത്രയാണ്? എത്രയാണ്? ചേഞ്ച് ചെയ്ത് പഠിക്കാൻ കേട്ടോ, ഇത് ചേഞ്ച് ചെയ്ത് പഠിക്കാത്ത കാര്യമില്ല. എത്ര കിട്ടും? 4.515625 കിട്ടും. ഓക്കെ, 4.515625. ഇതിന്റെ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷെ അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് അറിയാന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. 2.125 ഇൻറ്റു 0.875 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.859 0.859375. ഓക്കെ, അടുത്ത് 0.875 ഇൻറ്റു 0.875 എന്ന് പറയുന്നത് 0.765625. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? 4.51625 4.515625 പ്ലസ് 0.765625 മൈനസ് 1.859375. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടുന്നത് 3.421875 ആണ്. ഓക്കെ, ആൻസർ കിട്ടുമോ നോക്കാം നമുക്ക്. അടുത്ത് ഇവിടുത്തെ മുകളിലത്തെ ഇതേപോലത്തെ സെയിം ടേം ഉണ്ടല്ലോ, അതായത് ഇവിടത്തെ നമ്മളിപ്പോ സിംപ്ലിഫൈ ചെയ്തോളൂ. അതുപോലെ മുകളിലും ഇതേപോലത്തെ സെയിം ടേം ഉണ്ടല്ലോ. ഹലോ, ഈ താഴത്തെ പോലത്തെ സെയിം ടേം മുകളിലും ഉണ്ടല്ലോ, കാരണം A+B അവിടെ അതേപോലെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ A+B ഇൻറ്റു A² മൈനസ് AB പ്ലസ് B² ഉണ്ട്. അതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. A² മൈനസ് AB പ്ലസ് B² ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ, A+B അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ 2.125 പ്ലസ് 0.875 അതെന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 3.421875 ഉണ്ട് ഇവിടെ ഇരിക്കുകയാണ്, താഴെ ഇരിക്കുകയാണ്. അടുത്ത് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ഇതേ നമ്പർ തന്നെ ആയിരിക്കും, പക്ഷെ ഈ പോയിന്റ് കാണത്തില്ലല്ലോ. കാരണം ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ടല്ലേ ഈ പോയിന്റ് വന്നത്. ഇവിടെ നമുക്ക് ആ പോയിന്റ് വരത്തില്ലല്ലോ. അപ്പൊ എന്തോ വരും? 3421875 വരും. കാരണം ഈ ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഈ പോയിന്റ് വന്നത്. ഇത്രയും പോയിന്റ് മാറി കിടക്കുന്നത്. പക്ഷെ മുകളിൽ ആ പോയിന്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 3421875 തന്നെ വരും. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് മാറിയാണ് ഇവിടെ കുത്തു കിടക്കുന്നത്? 1 2 3 4 5 6. അതാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റു 10⁻². ഇവിടെ താഴത്തെ ഡിനോമിനേറ്ററില് പോയിന്റ് ഇൻറ്റു 10⁻6 ചെയ്യുമ്പോൾ ഈ പോയിന്റ് അങ്ങ് മാറി കിട്ടും. മനസ്സിലായോ? അതുപോലെ തന്നെ താഴെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ എന്താവും? ഇൻറ്റു 10⁻6 ഇതിന്റെ കൂടെ കിടക്കും. ഓക്കെ, അപ്പോ 3421875 ഇൻറ്റു 10⁻6 വരും. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നമ്മൾ ഇതിനെ ഇൻറ്റു 10⁻6 ചെയ്ത് ഇതിന്റെ പോയിന്റ് അങ്ങ് മാറ്റിയല്ലോ. അപ്പൊ എന്താവും? 3421875. ഈ നമ്പറും കൂടെ ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പൊ 10⁻6 ബൈ 3 വരും. ഓക്കെ, 1/3 ഇൻറ്റു 10⁻6 വരും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എന്താണ് ആൻസർ തന്നിട്ടുള്ളത്? 10⁻6. ഇവിടെ ആൻസർ ഉണ്ട്, 1/3 ഇൻറ്റു 10⁻6. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ ഈ ഒരു ക്വസ്റ്റ്യൻ? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം.
ഒന്നുകൂടെ ഒന്ന് പറയൂ. ഓക്കെ. ഒരു പ്രാവശ്യം കൂടെ. അപ്പോ ഈ 11th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് വെയിറ്റ്. ഓക്കെ. അപ്പോ ഇവിടുത്തെ ന്യൂമറേറ്റർ നിങ്ങൾ നോക്കുക, ഇവിടെ ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്? എ സ്ക്വയർ, കാരണം 2125 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2125 ഇൻറ്റു 2125 ആണ്. അപ്പൊ നമുക്ക് 2125 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് എ ബി. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ 875 ആണ്. ഓക്കെ. പ്ലസ് ബി സ്ക്വയർ 875 ഹോൾ സ്ക്വയർ. അവിടെ ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അടുത്ത ഡിനോമിനേറ്ററിൽ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി ക്യൂബ് എന്ന് നമുക്ക് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അതിൽ ഡൗട്ട് ഉണ്ടോ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അവിടെ ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 2.125 അല്ലേ എ എന്ന് പറയുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ പ്ലസ് ബി അടുത്ത് 0.0875 ആണ് ബി, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എ പ്ലസ് ബി ആയോ? അടുത്ത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എ എന്താണ്? 2.125 ഹോൾ സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ 2.125 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ 0.875 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 0.875 ഹോൾ സ്ക്വയർ. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. 2.125 സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് 4.515625 കിട്ടി. അതുപോലെ തന്നെ മൈനസ് 2.125 ഇൻറ്റു 0.875 നമ്മൾ ചെയ്തപ്പോൾ 1.859375 കിട്ടി. അതുപോലെ തന്നെ ബി സ്ക്വയർ ചെയ്തപ്പോൾ 0.875 സ്ക്വയർ എടുത്തപ്പോഴത്തേക്കും 0.765625 കിട്ടി. പിന്നെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, അതായത് 4.515625 മൈനസ് ഇത് ചെയ്തു പ്ലസ് ഇത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 3.421875 കിട്ടി. ഓക്കെ. അതുവരെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അടുത്ത് മോളില് നിങ്ങൾ ഇവിടെ നോക്കുക, ഈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ പോലത്തെ ടേം അല്ലേ മോളിൽ എഴുതിയിരിക്കുന്നത്? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ന്യൂമറേറ്ററില് സെയിം ടേം അല്ലേ? ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എ പ്ലസ് ബിയും കൂടെ വരുന്നു ഈ ഡിനോമിനേറ്ററിൽ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഇല്ല. ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഇല്ല. അത് മാത്രമാണ് ഉള്ളതിൽ വ്യത്യാസം എന്ന് പറയാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഈ സെയിം തന്നെ ആയിരിക്കൂലേ, പക്ഷെ ഈ പോയിന്റ് കാണൂല എന്നല്ലേ ഉള്ളൂ. കാരണം ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ പോയിന്റും കൂടെ ഇവിടെ വന്നത്. പക്ഷെ മുകളിൽ ആ പോയിന്റ് ഇല്ലല്ലോ, ആ പോയിന്റ് അപ്പൊ അവിടെ ആ പോയിന്റ് വരത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ 3421875 എന്നാവൂലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താ ചെയ്തത്? ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ട്, ന്യൂമറേറ്ററിൽ പോയിന്റ് ഇല്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ പോയിന്റിനെ നമ്മൾ മാറ്റാൻ വേണ്ടി എത്ര പോയിന്റ് മാറിയാണ് ഇവിടെ കിടക്കുന്നത്? 1 2 3 4 5 6. അതുകൊണ്ട് 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ന്യൂമറേറ്ററിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് 10 മോളിലും 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇവിടത്തെ പോയിന്റ് അങ്ങ് മാറി കിട്ടി 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ. അപ്പൊ ഈ മുകളിലത്തെ 3421875 താഴത്തെ 3421875 ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി എത്രയുണ്ട്? 1/3 ഇൻറ്റു 10⁻6. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4.256 മൈനസ് 1.74 the whole square in plus 4.256 plus 1.74 for the whole square divided by 4.256 into 4.256 plus 1.74 into 1.74 1.744 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതിന്റെ ഫോം ഒക്കെ നോക്ക്, ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, ഏത് ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കൂ. അറിയില്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? A plus B into A minus B ഫോം ആണോ? അല്ല അതോ A സ്ക്വയർ? ഇത് ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെയും താഴെയും മുകളിലൊക്കെ സെയിം വാല്യൂസ് തന്നെയല്ലോ, വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, പോയിന്റ് വ്യത്യാസമോ ഒന്നും വരുന്നില്ല, രണ്ടും ഒരേപോലെ തന്നെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ 4.256 നമ്മൾ എ എന്ന് വിളിക്കുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണതെന്ന്, ഇല്ലാതെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം. അടുത്ത 1.744 നമ്മൾ ബി ആയിട്ട് എടുത്തു. അപ്പൊ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ഓക്കെ എ സ്ക്വയർ മൈനസ് 2ab ബി സ്ക്വയർ. ഓക്കെ, അടുത്ത് ഇവിടെ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതെങ്ങനെയാവും? A square plus 2ab plus b square. 2ab plus b square. ഈ പ്ലസ് 2ab മൈനസ് 2ab ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ബാക്കി 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ വന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2 കോമൺ എടുത്തൂടെ? അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വന്നു ഡിവൈഡഡ് ബൈ ഇതെന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് എയും ബിയും എടുത്തതെന്ന്? 4.256നും 1.744നും എയും ബിയും എടുത്തത് എന്തിനാണ്? എടാ, നമ്മളിത് ചെയ്യുമ്പോഴേ ഈ 4.256 ഹോൾ സ്ക്വയർ ഈ എന്റെ സ്ഥാനത്ത് നമ്മൾ ഈ എയും ബിയും കൊടുക്കാതെ തന്നെ നമ്മൾ ഇത് ചെയ്ത എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്ത, അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതുപോലെ തന്നെ പ്ലസ് അടുത്ത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതായത് 4.256 സ്ക്വയർ പ്ലസ് 2 into 4.256 into 1.744 plus 1.744 the square ചെയ്ത ഡിവൈഡഡ് ബൈ 4.256 into 4.256 plus 1.744 into 1.744 ചെയ്താലും ഈ സാധനവും മുകളിലത്തെ സാധനവും കൂടെ ക്യാൻസൽ ആയി പോകും. മനസ്സിലായോ? എന്തായാലും നമ്മൾ അത് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. അവസാനം നിങ്ങൾക്ക് വരാൻ പോണ ആൻസർ 2 മാത്രമാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനെ കാട്ടി ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് അല്ലേ ഈ പോയിന്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എയും ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ? എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ അല്ല, അത് ഓർക്കുക. എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ അല്ല, കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ഇതാണ് കിടക്കുന്നത്. ഓക്കെ, പോയിന്റ് വ്യത്യാസം ഇല്ല, അതുകൊണ്ടാണ് ഈ ടേംസ് നമ്മൾ എടുത്തത്. ഓക്കെ, മുകളിലും താഴെയും പോയിന്റ് സെയിം ആണ്, കാരണം ഇവിടെ 4.256 ആണ്, അല്ലാതെ താഴെ 4.256ഉം ന്യൂമറേറ്ററിൽ 4256ഉം അല്ല. ഓക്കെ, രണ്ടും താഴെയും മുകളിലും ഒരേ നമ്പേഴ്സ് തന്നെയാണ്, മൊത്തം ഒരേ നമ്പേഴ്സ് തന്നെ, പക്ഷെ രണ്ട് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4.256ന് എ ആയിട്ട് എടുത്തത്, 4.744ന് നമ്മൾ ബി ആയിട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോമിൽ എഴുതാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4.256 സ്ക്വയർ മൈനസ് 2 into 4.256 into 1.744 പ്ലസ് 1.744 ദി സ്ക്വയർ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെയ്താലും ആൻസർ 2 തന്നെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, എളുപ്പത്തിന് ഞാൻ ഇത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഇതിന് എയും ഇതിന് ബി ആയിട്ട് എടുത്തത്. മനസ്സിലായോ?
മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ആൻസർ 2 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 214 സ്ക്വയർ മൈനസ് 186 ക്യൂബ്. ക്യൂബ് ആണ്. ഇത് രണ്ടും ക്യൂബ് ആണ് കേട്ടോ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലാണ്. ഓക്കെ. 214 ക്യൂബ് മൈനസ് 186 ക്യൂബ് ഡിവൈഡഡ് ബൈ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെയും 186 ആ ഒരു ടേമിൽ തന്നെ അല്ലേ എടുക്കുന്നത്. അപ്പൊ 214നെ നമ്മൾ എ ആയിട്ട് എടുത്ത്, അതുപോലെ തന്നെ 186നെ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് നമുക്കറിയാലോ. ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതും അങ്ങ് ക്യാൻസൽ ആയി പോയില്ലേ? എയും ബിയും മാത്രം നമ്മൾ സം ചെയ്താൽ പോരെ. അതായത് 214 പ്ലസ് 186 സിംപ്ലിഫൈഡ് വേ, ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. മനസ്സിലായോ? മനസ്സിലായോ? എ മൈനസ് ബി ആണ് കേട്ടോ ഇവിടെ. എ മൈനസ് ബി ആണ്, പ്ലസ് അല്ല കേട്ടോ, മൈനസ് ആണ് ഇവിടെ. മൈനസ് ആണ് ഇവിടെ. ഓക്കെ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. സോറി, ഞാൻ ഇവിടെ പ്ലസ് കണ്ട് മൈനസ് കണ്ടില്ല, പ്ലസ് ആണെന്ന് വിചാരിച്ചത്. അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി, എ ക്യൂബ് പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി, അവസാനം എ മൈനസ് ബി മാത്രമുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 240 മൈനസ് 186 എത്രയാണ്? 28. ഓക്കെ. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ആ രണ്ട് ഫോർമുല ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ 28 ആൻസർ വരും അത് ചെയ്യുമ്പോൾ. ഇവിടെ ക്യൂബാണ് കേട്ടോ, ഇവിടെ ക്യൂബാണ്. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല ഇത് ചെയ്യാൻ. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഇത് എങ്ങനെ ചെയ്യാം? ഇതിന് നമ്മൾ ഒരു കാര്യം ചെയ്യും, 4/7 എ ആയിട്ട് എടുക്കാം. 4/7 എയും 3/7 നമ്മൾ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ. ഓക്കെ. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, അടുത്ത് എ പ്ലസ് ബി. ഓക്കെ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? ഇതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാറുണ്ട്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഹലോ, ചെയ്തിട്ട് ആൻസർ പറയും. ഫോർ ബൈ 7 ഹോൾ സ്ക്വയർ പ്ലസ് 4/7 into 3/7 plus 3/7 the whole square divided by 4/7 plus 3/7. ചെയ്തിട്ട് ആൻസർ ഉണ്ട്.
ചെയ്തോടാ, ചെയ്തോ? എടാ ഇത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ കളഞ്ഞു വേണം ചെയ്യാൻ. മൾട്ടിപ്ലൈ ചെയ്യാനും ചെയ്യാൻ നിൽക്കല്ലേ. ചെയ്തോ? 37/49 ആണോ? 37/49. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്തു നോക്കിയാലേ അറിയാവൂ. ചെയ്തു നോക്കിയോ? ആൻസർ കറക്റ്റ് പറഞ്ഞാൽ മതി. രണ്ടുപേർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. 37/49 ആണ്. ഓക്കെ, അപ്പൊ 37/49 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 + 1/4 into 1 - 1/4 into 1 + 1/5 minus into 1 - 1/5 into 1 + 1/6 into 1 - 6. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 4 + 1, 4 into 1 എത്രയാ? 4. 4 + 1 എത്രയാ? 5. 5/4 എന്ന് എഴുതിക്കൂടെ ഇതിന്? അതുപോലെ ഇതിനെ എങ്ങനെ എഴുതാം? 3/4. 3/4. ഇത് 6/5. 6/5 into 4/5 4/4 into 7/6 into 5/6. ഇപ്പൊ ഇവിടെ എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം? ഈ 5ഉം കട്ട് ചെയ്ത് പോയി കൂടെ. അതുപോലെ തന്നെ ഈ 5ഉം കട്ടായി പോകൂലേ. അതുപോലെ തന്നെ ഈ 4ഉം കട്ടാവൂലേ. അതുപോലെ തന്നെ ഈ 6ഉം കട്ടാവത്തില്ലേ. അടുത്ത ഈ 3ഉം ഇതും ക്യാൻസൽ ആവുമ്പോഴത്തേക്കും 2 പ്രാവശ്യമാവും. അതുപോലെ അപ്പൊ ഇവിടെ ബാക്കി എന്താണ് വന്നത്? 7/8 ആയില്ലേ. 4 into 2, കാരണം ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ബാലൻസ് 4 into 2 8. 7/8 ആയില്ലേ ആൻസർ. ഓക്കെ, മനസ്സിലായത്? ഹലോ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓൺ എ ടൂർ ഹാസ് 360 rupees, ഓക്കെ, ഫോർ ഹിസ് ഡെയിലി എക്സ്പെൻസ്. അപ്പോ ഒരാള് ടൂറിന് പോയപ്പോ അങ്ങേരെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ 360 രൂപയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഹി ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ഹിസ് ടൂർ പ്രോഗ്രാം ബൈ 4 days. 4 ദിവസം കൂടെ ആ പോയൊരു ടൂർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ആ പുള്ളിക്കാരൻ ശ്രമിച്ചു. വിച്ച് ലീഡ്സ് ടു കട്ടിംഗ് ഡൗൺ ഹിസ് ഡെയിലി എക്സ്പെൻസ്. അപ്പൊ ഈ 4 ദിവസം കൂട്ടിയപ്പോ ഈ ദിവസേന ചെലവാക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് ഇത് 3 രൂപ വെച്ച് കുറയ്ക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ടോട്ടൽ 360 രൂപ ഉള്ളൂ. 4 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഇപ്പൊ 10 ദിവസത്തേക്കാണ് ഈ 360 രൂപയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തേക്കുള്ള ഒരു എമൗണ്ട് കിട്ടുമല്ലോ. ഒരു ദിവസത്തേക്ക് എത്ര എമൗണ്ട് എന്നുള്ളത് കിട്ടും. അപ്പൊ ഈ ഒരു ദിവസത്തെ എമൗണ്ടിൽ നിന്ന് തന്നെ 3 രൂപ വെച്ച് കുറയ്ക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? 4 ദിവസം നമ്മൾ കൂട്ടിയുണ്ട്. ഓക്കെ, ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഹിസ് ടൂർ പ്രോഗ്രാമിംഗ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരന്റെ ടൂറിന് പോയ ദിവസത്തിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, എത്രയെന്ന്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡെയിലി എക്സ്പെൻസ്. ഓക്കെ, ഡെയിലി പുള്ളിക്കാരന് എത്ര രൂപയാവും? എക്സ് രൂപ വെച്ച് ആവുമെന്ന് വിചാരിച്ചു. എക്സ് റുപ്പീസ് ആണ് ഒരു ദിവസം ആവണേന്ന് വിചാരിച്ചു. അതുപോലെ എത്ര ദിവസം ഉണ്ട് ടോട്ടൽ ഡേയ്സ്, അത് നമുക്ക് അറിഞ്ഞൂടാ, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ 4 ദിവസം കൂടുതലും കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എത്രയാ? ടൂർ ഡേയ്സ് വൈ ആയിട്ട് എടുത്തു നമ്മള്. വൈ ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. അപ്പൊ നമുക്കറിയാം ഈ എക്സ് ഇൻറ്റു വൈ,
ഒരു ദിവസം നമ്മൾ ചെലവാക്കണ എത്ര രൂപയാണോ അത് ഇൻറ്റു മൊത്തം എത്ര ദിവസം ടൂറിന് പോയി എന്ന് പറയുന്നത് 360 ആണ്. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ 360 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 4 ദിവസവും കൂടെ ഇതിൽ നിന്ന് കൂടുമെന്നുള്ളത്. ഇപ്പൊ പോകുന്ന ഇതിനെക്കാട്ടി 4 ദിവസവും കൂടെ കൂടുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ള എമൗണ്ട് ഒരു ദിവസം എത്ര രൂപയാണോ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ 3 രൂപ കൂടെ കുറയ്ക്കും. കാരണം എന്ന് വെച്ചാൽ എന്നാൽ ഈ ടോട്ടൽ ഡേയ്സിന് ഈ 360 രൂപ ചെലവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1. ഇതിൽ നിന്ന് നമ്മള് എക്സിനെ നമ്മൾ വൈന്റെ ടേംസിൽ എഴുതും. കാരണം നമുക്ക് വൈ ആണ് ആൻസർ വേണ്ടത്. അപ്പൊ എക്സിനെ നമ്മൾ വൈന്റെ ടേംസിൽ എഴുതും. 360/y എന്ന് നമുക്ക് എഴുതാം. അപ്പോ ഡെയിലി എക്സ്പെൻസിൽ നിന്ന് 3 രൂപ കുറയും. അതുപോലെ തന്നെ എപ്പോഴാണ് ആ 3 രൂപ കുറയുന്നത്? ടോട്ടൽ എത്ര ദിവസം ഉണ്ടോ അതിന്റെ കൂടെ 4 ദിവസം കൂടുമ്പോഴാണ് അത് കുറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 360 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ എന്താ ചെയ്തത്? ഈ എക്സിനെ നമ്മൾ 360/y ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 360/y കൊടുത്തു. പിന്നെ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫുള്ള് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് അവസാനം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 വാല്യൂസ് വരും. അതായത് വൈന്റെ വാല്യൂസ് നിങ്ങൾക്ക് y +20 വരും, y -20 വരും, അതുപോലെ തന്നെ y +24 വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ അറിയാവോ നിങ്ങൾക്ക്? ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, y = -b ± √b² -b ±√b² -4ac/2a. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വൈന് 2 വാല്യൂസ് കിട്ടും. ഓക്കെ, വൈന് 2 വാല്യൂസ് കിട്ടും. 2 വാല്യൂസ് കിട്ടുമ്പോൾ ആ വൈന്റെ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വൈന് 20 കിട്ടും, അതുപോലെ തന്നെ വൈന് -24 കിട്ടും. ഇപ്പൊ ഇതില് പോസിറ്റീവ് ആയിട്ടുള്ളത് 20 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 20 എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 20 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇതിനുശേഷം നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈൻഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫൈന്റെ വാല്യൂസ് 20 കിട്ടും, അതുപോലെ തന്നെ വൈന്റെ വാല്യൂ -24 കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, 20. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെടുത്ത് ഇവിടെ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ അകത്ത് ഇടാം. എങ്ങനെയാണ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം. ഓക്കെ, അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വൈന്റെ വാല്യൂ നിങ്ങൾക്ക് 20 വരും, അതുപോലെ -24 വരും. മൈനസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 20 ആണ് ആൻസർ. മനസ്സിലായോ? ഗ്രൂപ്പിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇട്ടാ ഇതിന്റെ സ്റ്റെപ്സ് ഞാൻ ഇടാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ പാർട്ടി. ഓക്കെ, ഒരു പാർട്ടിക്ക് മൊത്തം 43 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, മൊത്തം 43 പേരുണ്ടായിരുന്നു. അതില് നമ്പർ ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ 2 more than the men. മെന്നിനെ കാട്ടിയും 2 പേര് കൂടുതലായിരുന്നു. മെന്നിന് എത്ര പേരാണോ ഉണ്ടായിരുന്നത് അതിനെ കാട്ടി 2 പേര് കൂടുതലായിരുന്നു വിമൻ എന്ന് പറഞ്ഞത്. അതായത് നമുക്കിപ്പോ മെന്ന് എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് മെന്നിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ വിമൻ എത്രയായിരിക്കും? മെന്ന് എത്രയാണെന്ന് അറിഞ്ഞൂടാ, എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ, അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ വിമൻ എത്ര പേര് കാണും? ഓക്കെ, x+2 ആയിട്ട് എടുത്തു. അടുത്ത ചിൽഡ്രന് എത്രയാണ്? ബട്ട് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് 4 less than men. മെൻ എത്ര പേരുണ്ടോ അതിനെക്കാട്ടി 4 കുറവാണ് ചിൽഡ്രൻ, x-4. ഓക്കെ, അടുത്ത്
നമുക്ക് അറിയാം മൊത്തം 43 പേരുണ്ടെന്നുള്ളത്. അപ്പോ ഈ x+2 പ്ലസ് x-4 ചെയ്യുമ്പോൾ നമുക്ക് 43 കിട്ടണ്ടേ? ഓക്കെ, അപ്പോ ഇതെന്താവും? x+x+x 3x പ്ലസ് 2 - 4 എന്ന് പറഞ്ഞാൽ എത്രയാ? -2 ഈക്വൽ ടു 43. അപ്പോ ഈ 2 ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, അപ്പൊ 45 ആവും. x ഈക്വൽ ടു 45/3 ആവും, കാരണം ഈ 3 ഈക്വൽ ടുവിന്റെ താഴെ വന്നു. ഓക്കെ, അപ്പോ 3 1 5 15. മെന്നിന്റെ എണ്ണം 15. അപ്പൊ വിമന്റെ എത്ര ഉണ്ടായിരുന്നു? വിമന്റെ എണ്ണം എത്രയാണ്? മെന്ന് 15 പേരാണെങ്കിൽ വിമൻ എത്ര പേര് കാണും? 17. ഓക്കെ, ആൻസർ 17. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്വാൻസ്, ഒരു കൂട്ടം സ്വാൻസ് എന്ന് പറയും. സ്വാൻസ് എന്ന് പറയാൻ അറിയാലോ, വേണമെങ്കിൽ താറാവല്ല, അത് വേറെ സാധനമാണ്. ഓക്കെ, അപ്പോ സ്വാൻസിന്റെ ഇതെന്ന് പറഞ്ഞാല് മൊത്തം സ്വാൻസിന്റെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോ ആ ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോ ഔട്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് സ്വാൻസ് 7/2 ടൈംസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ പ്ലേയിങ് ഓൺ ദി ഷോർ ഓഫ് ദി പോണ്ട്. അപ്പം ഒരു താളമില്ല, എന്തോരണത്തിന്റെ ഒരു കൂട്ടത്തില് മൊത്തം എന്ന് പറഞ്ഞാൽ എക്സ് സ്വാൻസ് ഉണ്ട്. ഈ എക്സ് സ്വാൻസില് 7/2 റൂട്ട് എക്സ് എന്ന് പറഞ്ഞാല് ഷോറില് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മൊത്തം എക്സ് ഉണ്ട്, എക്സ് സ്വാൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതില് 7/2 ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി നമ്പർ ആർ പ്ലേയിങ് ഓൺ ദി ഷോർ ഓഫ് ദ പോണ്ട്. ഓക്കെ, പോണ്ടിന്റെ ഷോറിൽ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്വാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹലോ, മൊത്തം സ്വാൻസ് എക്സ് ഉണ്ട്. ഈ എക്സില് 7/2 റൂട്ട് ഓഫ് ഈ എക്സ് എന്ന് പറയുന്നത് ഷോറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്നതെന്ന് പറഞ്ഞാല് 2 ആണ് വരുന്നത്. ദ 2 റിമൈനിങ് ആർ ഇൻസൈഡ് ദ പോണ്ട്. ഓക്കെ, രണ്ടുപേര് റിമൈനിങ് ആണ്. ഇത് എന്താ പറയാ, ഷോറിൽ നിൽക്കണ്, അതുപോലെ തന്നെ ഇത് പോണ്ടിന്റെ അകത്ത് നിൽക്കുന്നു. ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ എക്സ് കിട്ടത്തില്ലേ? ഹലോ, അപ്പൊ എക്സ് ഈക്വൽ ടു 7/2 റൂട്ട് എക്സ് പ്ലസ് 2. ഇതെങ്ങനെ എഴുതാം? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നേ നമ്മൾ രണ്ട് സൈഡിൽ സ്ക്വയർ എടുത്തിട്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാനൊക്കെ അറിയാലോ. ഹലോ, റൂട്ടിനെ നിങ്ങൾക്ക് മാറ്റാനാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം, രണ്ട് സൈഡിൽ സ്ക്വയർ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ 2നെ നിങ്ങൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകും, x-2 ആയോ? x-2 എന്ന് പറഞ്ഞാൽ 7/2 റൂട്ട് എക്സ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടെ സപ്പോസ് നിങ്ങൾ 10 കൊടുത്തെന്ന് വിചാരിച്ചോ, എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ 10 കൊടുത്തെന്ന് വിചാരിച്ചോ. 10 - 8 എത്രയാണ്? 10 - 2 എത്രയാണ്? 8. ഓക്കെ, 8. പക്ഷേ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് പോയപ്പോഴത്തേക്കും 7/2 റൂട്ട് 10 എടുക്കാൻ പറ്റത്തില്ലല്ലോ. റൂട്ട് 10ന് വാല്യൂ ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത 14 നോക്ക്. 14 - 2 എത്രയാണ്? 12. 7/2 റൂട്ട് 14 ഉണ്ടോ? റൂട്ട് 14 വാല്യൂ ഉണ്ടോ? അതെന്ന് പറഞ്ഞാൽ പോയിന്റ് സംതിങ് ആണ് പറഞ്ഞത്, എക്സാക്ട് നമ്പർ കിട്ടൂല. ഓക്കെ, അടുത്ത 12ന്റെ നോക്ക്. 12 - 2 എന്ന് പറഞ്ഞാൽ 10. 7/2 റൂട്ട് 12 എന്ന് പറഞ്ഞാൽ റൂട്ട് 12ന് വാല്യൂ ഇല്ല. അടുത്ത 16ന്റെ നോക്കിക്കേ. 16 - 2 ഒക്കെ എത്രയാണ്? 14. 14 വിൽ ബി ഈക്വൽ ടു 7/2 റൂട്ട് 14 എത്രയാണ്? റൂട്ട് 16 എത്രയാണ്? റൂട്ട് 16 എത്രയാണ്? 4. അപ്പൊ 2 7 to 2 എത്രയാണ്? 14. അപ്പൊ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തും ഈക്വൽ ടുവിന്റെ അപ്പുറത്തും 14 കിട്ടിയില്ലേ? അപ്പൊ ഇതായിരിക്കത്തില്ല ആൻസർ. ഓക്കെ,
ഹലോ ഇല്ല ഇത് ഓക്കെ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അടുത്ത് 19th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ ദ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇൻ എ കാർ ഷോസ്. ഒരു കാറിലെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/5 ഓഫ് ദി ഫ്യൂവൽ ടാങ്ക് ഈസ് ഫുള്ള്. അപ്പോ ഫ്യൂവൽ ടാങ്കിൽ എത്രയുണ്ടോ അതില് 1/5 മാത്രമാണ് ഫിൽ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫ്യൂവൽ ടാങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. അതില് 1/5 ഓഫ് ദി ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫിൽ ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രസന്റ് ഫിൽ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, പി എഫ് പ്രസന്റ്ലി ഫിൽ ആയിട്ടിരിക്കുന്നത്. വെൻ 22 മോർ ലിറ്റേഴ്സ് ആർ പോർഡ് ഇൻ ടു ദ ടാങ്ക്. ഇതിന്റെ കൂടെ 22 ലിറ്ററും കൂടെ ഒഴിച്ചപ്പോൾ അതാണ് പോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് വെൻ 22 മോർ ലിറ്റേഴ്സ് ഓഫ് ദി ഫ്യൂവൽ ആർ പോർഡ് ഇൻ ടു ദ ടാങ്ക് ദ ഇൻഡിക്കേറ്റർ റെസ്റ്റ് അറ്റ് ദി 3/4 ഓഫ് ദി ഫുൾ മാർക്ക്. ഓക്കെ, ഇതെന്ന് പറഞ്ഞത് ഈ 22 ലിറ്ററും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോ 3/4. ഓക്കെ, 3/4 ഓഫ് ദി ഈ ഫ്യൂൽ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടിയില്ലേ? 1/5x പ്ലസ് 22 എന്ന് പറയുന്നത് 3/4x എന്നുള്ളത്. ഓക്കെ, കാരണം വെച്ചാൽ ഫ്യൂൽ ടാങ്ക് ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്, അതില് ആദ്യം 1/5 മാത്രമേ ഫിൽ ആയിരുന്നുള്ളൂ. 1/5x പ്രസന്റ് ഫിൽ ആയിരുന്നു. അതിന്റെ കൂടെ 22 ലിറ്ററും കൂടെ ആഡ് ചെയ്തപ്പോ പറഞ്ഞിരിക്കുകയാണ് 3/4 ഓഫ് ദി ടോട്ടൽ ടാങ്ക് ഈസ് ഫിൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഹലോ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയെന്ന് പറ. എക്സിന് എത്ര വാല്യൂ കിട്ടുമെന്ന് പറ. പെട്ടെന്ന് ഇതൊന്നും വലിയ ടൈം എടുക്കില്ലേ? ഈ 3/4x ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എത്രയാവും? x/5 മൈനസ് 3x/4. 4 into x എത്രയാ? 4x മൈനസ് 3x. അതെന്ന് പറഞ്ഞാൽ x/5 into 4 എത്രയാ? ഇതൊക്കെ മൈൻഡ് കാൽക്കുലേഷൻ ആണ്. x/20 x/20 പ്ലസ് 20 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോ എത്ര വരും? ഈക്വൽ ടു ഇപ്പുറത്ത് നിങ്ങൾ കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ 1/5x പ്ലസ് 22 ഈക്വൽ ടു 3/4x. ഓക്കെ, അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതല്ലേ വലിയത്, അപ്പൊ ഇതിന് ഇപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ 3/4x മൈനസ് 1/5x ഈക്വൽ ടു എത്രയാ? 22. ഇതെത്രയാ? 15x മൈനസ് 4x. 15x മൈനസ് 4x എത്രയാ? എത്രയാ? ഓക്കെ, 11x ബൈ 5 into 4 എത്രയാ? 20 ഈക്വൽ ടു 22. കാരണം ഈ 22 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോയില്ല, ഈ -5 മാത്രമാണ് നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ ഇത് എത്ര വരും? 11x ഈക്വൽ ടു 20 into 22 എത്ര? 440. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാവും? 11x ഈക്വൽ ടു ആണ്. x ഈക്വൽ ടു 440 ഡിവൈഡഡ് ബൈ 11, 40 ലിറ്റേഴ്സ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ,
ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് പോകുന്നതും ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവിഷനിൽ മൾട്ടിപ്ലിക്കേഷനിൽ പോകുന്നതും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ പോകുന്നതൊക്കെ എന്താവും എന്നുള്ളത് പഠിക്കണം. അപ്പോ ഇതിന്റെ 40 ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റാം വെൻ ടു മാർക്കറ്റ് ആൻഡ് ബോട്ട് 1 കോപ്പി ഓഫ് മാത്തമാറ്റിക്സ് ബുക്ക്. അപ്പോ ആൻഡ് 2 പെൻസിൽ ഫോർ റുപ്പീസ് 160. അപ്പോ ഇതിന്റെ അതായത് മാത്തമാറ്റിക്സിന്റെ ബുക്ക് നമുക്ക് അറിഞ്ഞൂടാ, ബുക്കിന് എത്ര വിലയാണെന്നുള്ളത്. അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, പ്ലസ് 2 പെൻസിൽ. ഓക്കെ, 2 പെൻസിൽ മേടിച്ചു. ഈ 2 പെൻസിലിന് എത്ര രൂപയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 165 ആണ്. മനസ്സിലായോ? റാം വെൻ ടു എ മാർക്കറ്റ് ബോട്ട് 1 കോപ്പി ഓഫ് മാത്തമാറ്റിക്സ് ബുക്ക്. ഒരു കോപ്പിയെ വാങ്ങിച്ചോളൂ. ഓക്കെ, അതിന്റെ വില എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ 2 പെൻസിലും വാങ്ങിച്ചു. 2 പെൻസിലിന്റെ വില, ഒരെണ്ണത്തിന്റെ വില എത്രയെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നമ്മൾ വൈ ആയിട്ട് എടുത്തു. കാരണം 2 എണ്ണം വാങ്ങിച്ചുകൊണ്ടാണ് 2 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്, 2y ആയത്. ഇവിടെ ഒരു മാക്സ് ടെക്സ്റ്റേ വാങ്ങിച്ചുള്ളൂ, അതുകൊണ്ടാണ് 1 ഇവിടെ വന്നത്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ റുപ്പീസ് എന്ന് പറഞ്ഞാൽ 165 ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ റഹീം വെൻ ടു ദ സെയിം മാർക്കറ്റ് ആൻഡ് ബോട്ട് അനദർ കോപ്പി ഓഫ് ദ സെയിം ബുക്ക്. ഓക്കെ, സെയിം ബുക്ക് മേടിച്ചു. അതുപോലെ തന്നെ 10 പെൻസിലാണ് മേടിച്ചത്. അപ്പൊ 10y മൊത്തം ആയതെന്ന് പറഞ്ഞാൽ 169 റുപ്പീസ് ആണ് ആയത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ 1 ആയിട്ടാണ്. നമുക്ക് വലുതിന് ചെറുതല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ എക്സ് പ്ലസ് 10y ഈക്വൽ ടു 169, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 165. ഓക്കെ, അപ്പോ 169 മൈനസ് 165 എത്രയാണ്? ഇത് നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഈ ഇക്വേഷൻ 4. ഇതും ക്യാൻസൽ ആയി പോയോ? അടുത്ത് 10 മൈനസ് 2 എത്രയാണ്? 8y. 8y എന്ന് പറയുന്നത് 4 ആയി. അപ്പൊ yന്റെ വാല്യൂ എത്രയാണ്? 4/8. 4/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.50. 0.50 റുപ്പീസ് ആണ് ഈ ഒരു പെൻസിലിന്റെ വില എന്ന് പറഞ്ഞാൽ, പ്രൈസ് ഓഫ് ഈച്ച് പെൻസിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? ഹലോ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചതന്നെ, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോ 5 + 1 6/5. ഇത് റെസിപ്രോക്കലി തിരിഞ്ഞു പോവും. 1/1 + 5/6. 6 + 5 എന്ന് പറഞ്ഞാൽ 11/6. ഓക്കെ, ആൻസർ 11/6. ഇത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനാണ് സംശയമുള്ളത്? ഈ ക്വസ്റ്റ്യൻ അല്ലേ, ഈ ടൂറിന്റെ അല്ലേ, 16th അല്ലേ? അപ്പൊ ഇത് ഒന്നുമില്ല, എളുപ്പമാണ്. ഡെയിലി എക്സ്പെൻസ് എക്സ് ആയിട്ട് എടുത്തു. 4 ദിവസം കൂടണമെങ്കിൽ, അതായത് ടോട്ടൽ ഇപ്പൊ y ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ആ y ഡേയ്സിന്റെ കൂടെ 4 ദിവസം കൂടുകയാണെങ്കിൽ എക്സ്പെൻസ് 3 രൂപ വെച്ച് കുറയും. ഓരോ ദിവസത്തിൽ നിന്ന് 3 രൂപ വെച്ച് കുറയും. അതാണ് x-3 ഇൻറ്റു y + 4 എന്ന് പറഞ്ഞാൽ 4 ദിവസം കൂടി. ഈ ടോട്ടല് പുള്ളിക്കാരന് ചെലവാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 360 രൂപ ഉള്ളൂ. ഓക്കെ, അപ്പോ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 360 ആണ്. അതുപോലെ തന്നെ x-3 ഇൻറ്റു y + 4 എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ഇത് ചെയ്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ -b ± √b² - 4ac/2a. ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈന്റെ വാല്യൂസ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് പ്രോഡക്റ്റും സമ്മും കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ കണ്ടുപിടിച്ച പോലെ പ്രോഡക്റ്റും സമ്മും കണ്ടുപിടിച്ചിട്ട് വൈന്റെ 2 വാല്യൂസ് കിട്ടും. വൈന്റെ 2 വാല്യൂസ് എന്ന് പറഞ്ഞാൽ y - 20 y + 24 ആണ്. അപ്പൊ y - 20 എന്ന് പറയുന്നത് y = 20 ആവും. അതുപോലെ y + 24 എന്ന് പറഞ്ഞാൽ y - 24 ആവും. അപ്പൊ നമുക്ക് നെഗറ്റീവ് എടുക്കാൻ പറ്റൂല, പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് y = 20 എടുത്തത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റെപ്പ് എഴുതേണ്ട ആ ഒരു ഇത് ഞാൻ ഇതിന്റെ അകത്തോട്ട് ഇടാം. ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ അകത്ത് ഞാൻ ഇടാം ആ ക്വസ്റ്റ്യന്റെ ഫുൾ സ്റ്റെപ്പ്.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇതൊരൊറ്റ പാർട്ടല്ലേ ക്ലാസ് ഫുള്ള്? എന്താ? ഇത് ഒറ്റ പാർട്ടായിട്ടുള്ള ഇത് ഒറ്റ ക്ലാസ്സാണോ പാർട്ടേ ഉള്ളൂ, സെക്കൻഡ് ഇത് ഒറ്റ പാർട്ടുണ്ടോ? പാർട്ടേ ഉള്ളൂ. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാനുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹലോ, ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു. താങ്ക് യു.